2 ദിവസം മുമ്പ് തീരുമാനിച്ചതായിരുന്നേ ഊരൂപ്പയ്കയിലുള്ള അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ എല്ലാവരും കൂടി പോകണമെന്ന്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ്. ഇന്നലെ രാവിലെ ആയിട്ട് ഒരു മാറ്റവും ഇല്ല മഴയ്ക്ക്. എന്നാലും അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഇനി എത്ര മഴയായാലും അതിന് ഒരു മാറ്റവും വരത്തില്ല കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അർഷയും ഉണ്ട്. ക്ഷേത്രത്തിലേക്ക് ഒരു ഉരുളി സമർപ്പിക്കാൻ കൂടിയിട്ടുമാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ആയില്യമായതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിലെ പ്രധാന നാഗരൂട്ടും ആയില്യ പൂജയും ഇന്നാണേ. ഭാഗ്യത്തിന് നമ്മൾ ഇറങ്ങിയ സമയം തൊട്ട് മഴ ഒന്ന് തോന്നു നിൽപ്പുണ്ടേ. അങ്ങനെ നമ്മൾ നേരെ അവരെയും കയറ്റി നേരെ തന്നെ ക്ഷേത്രത്തിലെത്തിയേ. ഇന്ന് ഇവിടുത്തെ പ്രധാന ദിവസം ആയതുകൊണ്ട് ഇവിടെ നല്ല ജനത്തിരക്കുണ്ടായിരുന്നേ. കുടുംബക്ഷേത്രത്തിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്കൂളിൽ പോലും പോവാതെ മക്കൾ രണ്ടും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വാങ്ങിച്ച ഉരുളി. ഇത് അവിടെ സമർപ്പിക്കുന്ന വീഡിയോയോ അവിടുത്തെ പൂജാ കാര്യങ്ങളൊന്നും ഞാൻ ക്യാമറയിൽ പകർത്തിയില്ല കേട്ടോ. പകർത്താമോ എന്ന് എനിക്ക് അറിയില്ല. ഈ ആള് കൂടി നിൽക്കുന്ന സ്ഥലത്താണ് നാഗരൂട്ട് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നാഗരൂട്ട് നടക്കുവാണേ. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ അക്ഷിതവും പൂവും തരും കേട്ടോ. അത് നമ്മൾ എന്തെങ്കിലും ദോഷം അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോറ്റി ഒരു മന്ത്രവും കൂടി പറഞ്ഞു തരും കേട്ടോ. ആ മന്ത്രം നമ്മൾ കൂടെ ചൊല്ലി ഇത് നമ്മൾ 3 പ്രാവശ്യം തലേക്ക് ഒഴിഞ്ഞ് അത് നമ്മൾ അവിടെ കൊണ്ട് അർപ്പിക്കണം കേട്ടോ. അതും എല്ലാം കഴിഞ്ഞ് നേരെ വന്നപ്പോൾ അമ്പലം വക അന്നദാനം ഉണ്ടായിരുന്നേ. അന്നദാനം കണ്ടാൽ പിന്നെ കഴിക്കാതെ വരുന്നത് നമ്മളെ ഒരു രീതിയല്ലല്ലോ. അങ്ങനെ അവിടെ വന്ന് അന്നദാനവും കഴിച്ചു. നേരെ പിന്നെ വീട്ടിലേക്ക് തിരിച്ചേ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ മഴ തോന്നു തന്നെ നിന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ വെഞ്ഞാറമൂട്ടിലെത്തിയേ. പണ്ടത്തതിൻ്റെ പിന്നത്തത് എന്ന് പറയും പോലെ ബൈറോഡ് വഴി വാഹനങ്ങൾ എത്ര കയറ്റിവിട്ടാലും ഇപ്പോഴും ഗതാഗത കുരുക്കിന് ഒരു മാറ്റവുമില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.